സാധനം കിട്ടിയോ? 2 ബീറും 1 ചാത്തനും. ബീറ് നിനക്ക്, ചാത്തൻ എനിക്ക്. എല്ലാം കൂടെ അടിച്ച് രാത്രി ഇവിടെ ഓഫായി കിടന്നാൽ തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവിടത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ എങ്ങാനും കിടന്നോളാം. ഡാ സാധനം എടുക്കട്ടെ. നിന്റെ മുതലാളി എന്തി? ദേ കാവടിയൊളി വന്നുണ്ട്. ശരിക്കും ഗോവ മീറ്റിങ്ങിന് തന്നെയാണോ പോകുന്നത്? ചൂള ലുക്കായിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. എടാ അതിന് ഞാൻ ഈ വേഷത്തിലല്ലല്ലോ മീറ്റിങ്ങിന് പോകുന്നത്. ഓഹോ, അതിനുള്ള സാധനങ്ങളാണ് ഈ പെട്ടിയിൽ അടുക്കി വെച്ചേക്കുന്നത്. മനസ്സിലായോ? എടാ മുതലാളി, സത്യം പറത്താൻ അർമാദിക്കാനല്ലേ ഗോവയിൽ പോണേ? അതേടാ, അർമാദിക്കാൻ പോവാ. നിന്നെ പോലെ ഉത്തരവാദിത്തമുള്ള കുറെ തൊഴിലാളികൾ കാരണം ഗതികേടിലായി ഈ സ്ഥാപനം. ഒന്ന് പച്ചപിടിപ്പിക്കാമെന്ന് വെച്ചപ്പോ എങ്ങനെ? അയ്യോ, എന്റെ പൊന്നുമോനെ ഉദ്ദേശിച്ചല്ല. അയ്യപ്പനിങ്ങനെ വന്നേ, എന്നാ പിടി. മോളെ അയ്യപ്പ, ഞാൻ പോയിട്ട് വരുമ്പോഴും ഈ സ്ഥാപനം ഇതുപോലെ ഇവിടെ ഉണ്ടായിരിക്കണം. ദോ ആ കിടക്കുന്ന വണ്ടികളുടെ പാർട്സ് അടിച്ചു മാറ്റി വിറ്റ് നീ പൈന്റ് അടിക്കരുത്. ശ്രമിക്കാം. ഡേയ് ഒന്ന് നോക്കിയേക്കണേ. ആലോചിക്കാം. മുതലാളി വണ്ടി എടുക്കും. ഓപ്പറേഷൻ ഗോവ. എടീ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേക്കണേ. ഓക്കെ, നീ കുളിച്ചിട്ട് വാ, നമുക്ക് അടിക്കണ്ടേ? ബ്രാഞ്ച് കുറച്ചു ദൂരം പോയിട്ട് മതി, അല്ലെങ്കിലേ മണം പിടിച്ച് തിരിച്ചു വരും തേണ്ടി. ആ ബാലു. ജലീൽക്ക, അങ്കിൾ എന്തേ? സാർ ഇപ്പൊ വരും. ആളാകെ ടെൻഷനില്ല. ചോദിച്ചതിൽ കുഴപ്പമെന്തെങ്കിലും? കുഴപ്പമാ, സാറ് പെടും. മോൻ എപ്പോഴാ വന്നേ ഉള്ളെങ്കിലേ. ജലീൽക്ക വിളിച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഈ രാത്രി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. എന്താ അങ്കിൾ ഇത്? നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയാൽ പോരെ? ഇത് പണി വേറെയാ ബാലു. എന്നെ നാളെ സാറിനെ അറസ്റ്റ് ചെയ്യും. ഇതിപ്പോ പണി കേന്ദ്രത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെയും ഉണ്ടല്ലോ കുലകുത്തികൾ. നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങോട്ട് ഇല്ലാണ്ടാവും. അനക്ക് അതോർക്കുമ്പോഴാണ് വിഷമം. എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ പാർട്ടിയാ, അറിയാല്ല. പിന്നെ 10-36 കൊല്ലത്തെ എൻ്റെ അധ്വാനം എല്ലാം ഈ ഒറ്റ രാത്രി കൊണ്ട് കഴിയും. അങ്ങനെ ഒന്നും വരില്ലെന്നേ. ഇവിടെ എല്ലാവർക്കും അങ്കിളിനെ വേണം. അങ്കിളി ചെയ്തതൊന്നും അങ്കിളിന് വേണ്ടി മാത്രമൊന്നുമല്ലല്ലോ. പങ്ക് എല്ലാവർക്കും കൊടുത്തല്ലേ. അതൊന്നും ഒരുപക്ഷെ കണക്കിൽ വരില്ല ബാലു. നമ്മൾ ഈ മുന്നണിയിലെ ചെറിയൊരു പാർട്ടി മാത്രമാ. ഇനിയിപ്പോ സാറ് വീണ നമ്മളെ പാർട്ടിയിൽ നിന്നും മറ്റൊരാൾ മന്ത്രിയാവും. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരാ കൂടുതലും. പോട്ടെ ജലീലേ, എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടടോ ഒരു ഒടുക്കം.